ഇന്ന് നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നു. അവരുടെ ആദ്യത്തെ ആവശ്യം CBI അന്വേഷണം വേണമെന്ന്, രണ്ടാമത്തത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ്, മൂന്നാമത്തത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അധ്യാപകന്മാരെ പിരിച്ചുവിടണം. ഇന്നലെ ഒരാൾ അഹങ്കാരം പറഞ്ഞിട്ടില്ലേ, ആരെ ഡീൻ സെക്യൂരിറ്റിക്കാരൻ്റെ ജോലിയല്ല എനിക്കെന്ന്. എന്തൊരു അഹങ്കാരമാണ് പറയുന്നത്. അപ്പോൾ അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് കേരളം മുഴുവൻ ഭീതിയാണ് രക്ഷകർത്താക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പേടിയാണ്, കുട്ടികൾ പഠിക്കുന്ന പേടിയാണ്. ഇപ്പോൾ എന്തെല്ലാം വിവരങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സംഭവം, ഇത്രയും ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിട്ടും വീണ്ടും കൊയിലാണ്ടിയിൽ ഒരു പയ്യനെ കൊണ്ടുപോയി ഇടിമുറിയിൽ ക്രൂരമായി പീഡിപ്പിച്ചു. അപ്പോൾ എന്താ അതിൻ്റെ പ്രഖ്യാപനം? ഞങ്ങളോട് കളിക്കാൻ ആരും വരണ്ട, എത്ര വലിയ വാർത്ത വന്നാലും എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ഞങ്ങളിത് തുടരും. എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങളാരും പേടിപ്പിക്കാൻ വരണ്ട, ഞങ്ങളിത് തുടരും, ഇനിയും ഞങ്ങളിത് ചെയ്യും. കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് ഈ ക്രിമിനലുകളുടെ, കേരളത്തിനോടുള്ള വെല്ലുവിളി. കൊയിലാണ്ടിയിലുണ്ടായ സംഭവം ഞാൻ ആദ്യത്തേതിനേക്കാൾ ഗൗരവം, ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ വേണമെങ്കിൽ പറയാം നമുക്ക് ഒറ്റപ്പെട്ട സംഭവം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം. അതല്ലല്ലോ, ഞങ്ങൾ ഇനി ഇത് ചെയ്യും എന്നൊരു വിദ്യാർത്ഥി സംഘടന ഈ മുഖ്യമന്ത്രിയുടെ തണലിൽ നിന്നുകൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഇനി ഇത് ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. അതാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. അതാണ് ഞങ്ങളുടെ മറുപടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. ഇത് ഇനി ഇവർ ആവർത്തിച്ച് നമുക്ക് കാണാം. അതാണ് ഞങ്ങളുടെ മറുപടി. അവർ വെല്ലുവിളിക്കുകയാണ്, കേരളത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. ഇന്നിപ്പോൾ പഴയ PTA പ്രസിഡന്റ് വന്ന് പറഞ്ഞു കേട്ടില്ലേ, മകനെ SFIയിൽ നിർബന്ധിപ്പിച്ച് ചേർത്തു, എന്നിട്ട് അവൻ്റെ ചോര കൊണ്ട് ചുമരിൽ SFI എന്ന് എഴുതിച്ചു. എന്ത് കാടത്തം നിറഞ്ഞ സംഘടനയാണിത്, എന്ത് അപരിഷ്കൃതമായ സംഘടനയാണ് ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഭരിക്കുക. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു ക്രിമിനൽ സംഘവുമാണ്. അവരാണ്, ഒരു കോക്കസാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. എന്തു വൃത്തികേടുകളാണ് സംശയിച്ചത്. അതിനെതിരായിട്ടുള്ള സമരമാണ് കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നത്.